ഇന്ന് നമുക്ക് നല്ലൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 1.5 കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ഈ മട്ടനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 കപ്പ് വെള്ളവും ചേർത്ത് ഒരു 3 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. 3/4 ഭാഗത്തോളം വെന്ത് വന്നാൽ മതി. ബാക്കി നമുക്ക് മസാല ചേർത്ത് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് 8 സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അതിൽ 6 സവാള നന്നായി ഫ്രൈ ചെയ്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള സവാളയും നട്ട്സും കിസ്മിസും നമുക്ക് മൊരിയിപ്പിച്ചെടുക്കാം. ഇനി ചോറ് വെക്കാനായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 5 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിന് 7.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. മട്ടൻ വെന്ത വെള്ളം 2 കപ്പ് ഒഴിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ 5.5 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത അരി ഇതിലേക്ക് ചേർത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത ശേഷം നമുക്കിത് മൂടി വെക്കാം. ഇനി ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം മട്ടൻ വെന്ത വെള്ളം 2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ അടുപ്പിൽ നിന്നും ഇത് മാറ്റി വെക്കാം. ഇനി 3/4 ഭാഗത്തോളം വേവിച്ച് വെച്ച മട്ടനിലേക്ക് മൊരിയിപ്പിച്ച സവാള, തക്കാളി 4 എണ്ണം, പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് 10 എണ്ണം, വെളുത്തുള്ളി 15 എണ്ണം, അതിൻ്റെ പകുതി ഇഞ്ചിയും ചേർത്ത പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അരമണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ അരമണിക്കൂറാണ് ഞാൻ വെച്ചത്. ഓരോ മട്ടനും വേവ് വ്യത്യാസമായിരിക്കും. അരമണിക്കൂറായപ്പോൾ ഇത് കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്രേവിയോട് കൂടെ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാൻ നോക്കാം. ഇനി ഇതിന് മുകളിലായി നമ്മൾ വേവിച്ച് വെച്ച ചോറ് നന്നായി കുടഞ്ഞ് എല്ലാ ഭാഗത്തും നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗവും നിരപ്പാക്കിയതിന് ശേഷം ഈ സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി നമ്മൾ അരിഞ്ഞു വെച്ച പുതിന, മല്ലിയില, സവാളയും നട്ട്സും ഫ്രൈ ചെയ്ത് വെച്ചതും ചേർത്ത് അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിന് മുകളിലായി വിതറിക്കൊടുക്കാം. ഇനി വീണ്ടും ചോറ് ചേർത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന് മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള, നട്ട്സ്, പുതിന, മല്ലിയില, ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് നന്നായി ടൈറ്റ് ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്ക് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.